മഴ കുറവ്, പക്ഷേ കാറ്റ് അതിശക്തം. കേരളത്തിലെ അസാധാരണ കാലാവസ്ഥയ്ക്ക് പിന്നിൽ എന്താണ് കാരണം? കേരളത്തിൽ ഈ കാലവർഷത്തിൽ അനുഭവപ്പെടുന്ന ശക്തമായ കാറ്റ് സാധാരണ മഴക്കാറ്റല്ലെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിന് പിന്നിൽ 4 പ്രധാന സമുദ്ര അന്തരീക്ഷ വ്യതിയാനങ്ങളുണ്ടെന്നാണ് കേരള സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്ര വിഭാഗം വ്യക്തമാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സൊമാലി ജെറ്റ് സ്ട്രീം എന്ന അതിശക്തമായ കാറ്റാണ്. ആഫ്രിക്കൻ തീരത്ത് രൂപപ്പെട്ട് അറബിക്കടൽ വഴി കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് വീശുന്ന ഈ കാറ്റാണ് കാലവർഷത്തിൻ്റെ പ്രധാന ജാലകശക്തി. വലിയ അളവിൽ ജലബാഷ്പം വഹിച്ചെത്തുന്ന ഈ കാറ്റ് ശക്തമായ മഴയ്ക്കും അതിശക്തമായ കാറ്റിനും കാരണമാകുന്നു. എന്നാൽ ഇത്തവണ മറ്റൊരു കൗതുകകരമായ സാഹചര്യമാണുള്ളത്. കാറ്റ് ശക്തമാണെങ്കിലും മഴ കുറവാണ്. ജൂൺ മാസത്തിൽ കേരളത്തിൽ ലഭിച്ചത് 427.3 മില്ലിമീറ്റർ മാത്രമാണ് മഴ. സാധാരണ ലഭിക്കേണ്ടത് 648.2 മില്ലിമീറ്റർ. അതായത് സംസ്ഥാനത്ത് ഏകദേശം 34% മഴക്കുറവ് രേഖപ്പെടുത്തി. മിക്ക ജില്ലകളിലും 20 മുതൽ 59% വരെ മഴ കുറഞ്ഞപ്പോൾ ഏറ്റവും വലിയ കുറവ് വയനാട്ടിലാണ് അനുഭവപ്പെട്ടത്. ലഭിക്കേണ്ട 703.6 മില്ലിമീറ്റർ മഴയ്ക്ക് പകരം വെറും 228.1 മില്ലിമീറ്റർ മാത്രമാണ് മഴ നിലവിൽ ജില്ലയിൽ ലഭിച്ചത്. ശക്തമായ കാറ്റ് കാരണം പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെയും ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ജൂൺ രണ്ടാം പകുതിയിൽ പോലും പല ദിവസങ്ങളിലും കടലിൽ പോകാൻ മത്സ്യത്തൊഴിലാളികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി കേരളത്തിന്റെ പ്രതീക്ഷ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ മഴയാണ്. ആ മാസങ്ങളിൽ മഴ കുറഞ്ഞാൽ കൃഷി, ജലലഭ്യത, വൈദ്യുതോൽപാദനം എന്നിവയെല്ലാം വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നാണ് നിലവിൽ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.